നിങ്ങൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണോ? അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ല ഡയറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ലേ? ചിലപ്പോൾ ഉറക്കമായിരിക്കാം നിങ്ങളുടെ വില്ലൻ. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് ഉറക്കവും വ്യായാമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് സയന്റിഫിക് ആയിട്ട് നോക്കിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യായാമം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും, അതുപോലെ ഉറക്കം നമുക്ക് നല്ല വിശ്രമം തരും. പക്ഷേ ഇവ രണ്ടും തമ്മിൽ ഒരടുത്ത ബന്ധമുണ്ട്. നിങ്ങൾക്കൊരു ദിവസം മുഴുവനും വലിയ ക്ഷീണം അനുഭവപ്പെടുകയാണ്, ഇനി ഒരു കാര്യത്തിൽ നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനൊക്കെ ഒരുപക്ഷെ ഒറ്റ കാരണമായിരിക്കാം ഉറക്കക്കുറവ്. ഉറക്കം ഒരു വിശ്രമം മാത്രമല്ല, അത് ശരീരത്തിൻ്റെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ കൂടിയാണ്. ഡീ സ്ലീപ്പ് ഘട്ടത്തിൽ നമ്മുടെ ശരീരം ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് മസിൽ വളർച്ചയ്ക്കും റിക്കവറിക്കും അനിവാര്യമായത്. ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ഇവയെല്ലാം കുറയുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കാണുന്നു, ഉറക്കം 6 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറാകുമ്പോൾ കളിക്കാരുടെ വേഗം, കൃത്യത, സ്റ്റാമിന എല്ലാം വിപുലമായി മെച്ചപ്പെടും. ഉറക്കം കുറവുള്ളവർക്ക് ഹൃദയമിടിപ്പ് കൂടുതലും റിയാക്ഷൻ ടൈം കുറവുമായിരിക്കും. മൊബൈൽ ഫോണിൽ നിന്നോ മറ്റ് സ്ക്രീനുകളിൽ നിന്നോ ഉള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടയുന്നു. അതുവഴിയും നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിച്ചേക്കാം. വ്യായാമം ശരീരത്തിൻ്റെ താപനില, ഹോർമോൺ, സ്ട്രെസ് ലെവൽ എന്നിവയെ നിയന്ത്രിക്കുന്നു. കൂടാതെ നിത്യേന വർക്കൗട്ട് ചെയ്യുന്നവർക്കാണ് ഉറങ്ങാൻ എളുപ്പവും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഉയർന്നതും. സ്ലീപ്പ് മെഡിസിൻ റിവ്യൂ പറയുന്ന പ്രകാരം വ്യായാമം ചെയ്യുന്നവർക്ക് ഡീപ്പ് സ്ലീപ്പ് 20 മുതൽ 25% വരെ വർദ്ധിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കൂട്ടാനും പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. നമുക്കതിനു വേണ്ടി പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുന്നത്, ഉറങ്ങുന്നതിന് വേണ്ടിയും എഴുന്നേൽക്കുന്നതിന് വേണ്ടിയും ഒരു സമയം ക്രമീകരിക്കാം. അതോടൊപ്പം ഉറങ്ങുന്നതിന് 1 മണിക്കൂറെങ്കിലും മുമ്പ് നമ്മുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാനോ സ്ക്രീനുകൾ ഓഫ് ചെയ്യാനോ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് പ്രധാനമായിരിക്കുന്നത്? കാരണം നമ്മൾ സോഷ്യൽ മീഡിയയോ ഗെയിമുകളോ മെസ്സേജുകളോ നോക്കുന്ന സമയത്ത് ഡോപാമിൻ്റെ അളവ് ഹൈ ആവും. അതുവഴി നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായി നിൽക്കാനും നമുക്ക് ഉറക്കം നഷ്ടപ്പെടാനും കാരണമാകും. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതും, അതുപോലെ കഫീൻ അടങ്ങിയിട്ടുള്ള പ്രീ വർക്കൗട്ടുകൾ, കോഫികൾ, ഇതെല്ലാം രാത്രി ഒഴിവാക്കുന്നതും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. നമ്മുടെ മസിൽ ബിൽഡിങ്, ഫാറ്റ് ലോസ്, ഫോക്കസ്, ഇവയൊക്കെ ആയിട്ട് ഉറക്കത്തിന് നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫിറ്റ്നസ് ലൈഫിൽ ഉറക്കത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക.